നടുങ്ങുന്ന സീൻ പറയാം. അന്ന് ഞാൻ നടന്നു പോകും. ഇമാരെല്ലാം ഇവിടെ കളി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇമാർ വരുന്നതിന് മുമ്പ് നേരെ പോയി അവിടെ കോരുവാ, വെള്ളം കോരുവാ, പഞ്ചായത്ത് വേണ്ടി വെള്ളം കോരുവാ. ഒരു കോരി എടുത്ത് വെച്ചു, വെള്ളം ഊറ്റി, സോപ്പെല്ലാം വെച്ച് കാലെല്ലാം കഴുകി വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ണടച്ച് വെള്ളം ഊറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ തൊട്ട് താഴെ കരിയിലേന്ന് വെള്ളം വീഴും. അപ്പോൾ ഞാൻ ഓർത്ത് ഈ മതിലിന് താഴോട്ട് കരിയിലോട്ട് വീഴുന്നതായിരിക്കും, വെള്ളം ഊർന്ന് വീഴുന്നതായിരിക്കും ഓർത്ത് നേരെ പിന്നെയും വെള്ളം ഊറ്റി ഞാൻ ഊറ്റുന്നു. ഈ സൗണ്ട് കൂടി വന്നോണ്ടിരിക്കുക. കൂടി വന്നോണ്ടിരിക്കുക. മൂന്നാമത്തെ ട്രിപ്പും വെള്ളം ഊരി കണ്ണടച്ച് ഫ്രണ്ട് ചെന്ന് നിൽക്കുന്നു. ആ കാറി കൂടി അവിടെ നിന്ന് ഇവിടെ വന്ന് ബാക്കി വെള്ളം ഊറ്റുന്നത് അതിനോട് പറഞ്ഞു അവിടെ ഞാൻ ഇവിടെ വന്ന് ബാക്കി വെള്ളം കൂടെ കോരി ഊറ്റി. ആ വീട് എട്ടുമെങ്കിലും വീട് നോക്കാം. ആ വെള്ളം കൂടെ കോരി ഊറ്റി പിടിച്ച് ഞാൻ കീറി പോയി. എൻ്റെ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, മോളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ കാര്യമാക്കില്ല, ടോർച്ച് വെട്ടാണ്. അപ്പൊ ഞാൻ ഫോൺ വിളിച്ച് അവിടെ മൂടി കിടക്കും. അവിടെ കിടന്ന് ഇവിടെ വരണം. പിന്നെ ഞാൻ വട്ടം കാണില്ല. പിന്നെ ഞാൻ ഇവിടെ വണ്ടി തിരിച്ചാൽ ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പോവാം. അത് ആ വെട്ടം ശാലം കൂടെ വലുതായി, ഈ പോയ വെട്ടം ശാലം കൂടെ വലുതായിട്ട് ഇങ്ങനെ പോവാൻ ആ വണ്ടി എടുത്ത് നോക്കണേ കണ്ട കാര്യം നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. സംഭവം. പക്ഷെ അത് അന്ന് തന്നെ വ്യാഴാഴ്ച ദിവസം ഞാൻ വ്യാഴാഴ്ച ദിവസം വൈകിട്ട് കിടക്കണം. ഞാൻ 12 അതുപോലെ തന്നെ ഞാൻ എയർപോർട്ട് പോയിട്ട് ഇവിടെ കിടക്കും. മിക്കപ്പോഴാണ് കിടക്കുന്നത്. അപ്പോഴും വണ്ടി 2 വട്ടം കുടിക്കില്ല. വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാൻ ഊട്ടി പോവാ കവരാൻ വേണ്ടി 2 കാലം ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഞാൻ നോക്കിക്കോ പേടിച്ചിട്ട് രാവിലെ നേരം എടുത്തു അടുത്ത് ചാടി ഇറങ്ങി അടുത്ത ഈ ലൊക്കാലിറ്റിലുണ്ടല്ലോ അടുത്ത് ഞാൻ ഇവിടെ നടക്കുന്ന കാണാൻ പേടിക്കണ്ടാണ്. ഞാൻ കാലിങ്ങനെ ഇരിക്കുമോ റാസേല് ഇവിടെ നടന്ന് ഉറങ്ങണ്ടേ വണ്ടി കുലിക്കൂലും. ഇതൊന്നല്ല പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങള് കുറെ ആൾക്കാർക്ക് പുട്ട് വേണ്ട. അപ്പൊ ഈ ചെറിയ കുറ്റിയിലൊന്നും പുട്ടുണ്ടാക്കിയാ തരില്ല. അപ്പൊ ഈ വലിയ പൈപ്പിലേക്ക് JCB കൊണ്ട് ഇങ്ങനെ പുട്ടുപൊടി ഇങ്ങനെ കോരി ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ട് അത് ഞങ്ങളെല്ലാരും കൂടി ഇരുമ്പൊലക്കാനെ കൊണ്ട് പുട്ടിങ്ങനെ കുത്തിങ്ങനെ ഇടുക. അന്ന് ഈ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച പൈപ്പാണ് ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്.